അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ 5.1 ആംപ്ലിഫയർ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് പലരും ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണക്ഷനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കലി വരുന്നത് 6 RCA ഇൻപുട്ട്സും 6 സ്പീക്കർ ഔട്ട്പുട്ട്സുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ലേബൽ ചെയ്തിട്ടില്ല. അതിന് ഞാൻ ഡയഗ്രാം ഞാൻ ഇതിൽ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ ഏത് ആംപ്ലിഫയർ മോഡ്യൂളിലേക്കാണോ കണക്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിലുള്ള രണ്ടെണ്ണം നിങ്ങൾ 1, 2 ഇത് രണ്ടെണ്ണം നമ്മളെപ്പോഴും ഒരു ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഞാനൊരു ഡയഗ്രമായിട്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വെബ്സൈറ്റിൽ technon.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കണക്ഷൻ ഡയഗ്രാം കിട്ടും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഇൻപുട്ട്സ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ 5.1 ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ DVD ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്ട്സ്, അതായത് 5.1 ഔട്ട്പുട്ട്, ഇത് 5.1 ഔട്ട്പുട്ടിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട് ലെഫ്റ്റ് എടുത്ത് ഒന്നിലേക്ക് കൊടുക്കുക, രണ്ടാമത് ഫ്രണ്ട് ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് എടുത്തിട്ട് രണ്ടാമത്തേലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം സബ് വൂഫർ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് ആംപ്ലിഫയർ ബോർഡിലേക്കാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് ആ പർട്ടിക്കുലർ സ്പീക്കറിലേക്ക് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് ഫ്രണ്ട് ലെഫ്റ്റും ഇത് ഫ്രണ്ട് റൈറ്റും ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് രണ്ടും RCA എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഇൻപുട്ടും ഫ്രണ്ട് റൈറ്റ് ഇൻപുട്ടിലേക്കും കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിലേക്ക്, ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കറിലേക്ക് ഇതിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട്സ് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളൊരു ചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മുടെ വെബ്സൈറ്റ് technon.com പോയി നോക്കി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്, അത് വെച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, എൻ്റെ DVD ഉള്ളിൽ ഇങ്ങനെ 2 ചാനലേ ഉള്ളൂ, ഇവിടെ ഇതുപോലെ 5-6 എണ്ണം സെപ്പറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ DVDക്ക് ഒരു കൊയാക്സിയലോ അല്ലെങ്കിൽ ഒപ്റ്റിക്കലോ ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഔട്ട്പുട്ട് സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. അതുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ സ്പ്ലിറ്റർ കിട്ടും. അതായത് കോയാക്സിയൽ അല്ലെങ്കിൽ ഓപ്റ്റിക്കലിൽ നിന്ന് നമ്മൾ നമ്മുടെ സറൗണ്ട് സൗണ്ട് ഡോൾബിയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കിട്ടും. ആ ഡിവൈസിന് ഏകദേശം 2000 രൂപ വരും. അത് വാങ്ങിച്ച് പിടിപ്പിക്കുക. പക്ഷേ അതിന് നല്ലത് നിങ്ങൾ DVD വാങ്ങുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഔട്ട്പുട്ടുള്ളത് വാങ്ങുന്നതാണ് നല്ലത്. നിങ്ങളുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 5.1 അനലോഗ് ഔട്ട് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബ്ലൂറേ പ്ലെയർ ആണ്, അതിനും അതുപോലെ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ അതിന് 7.1 അല്ലെങ്കിൽ HD ഓഡിയോ കിട്ടണമെങ്കിൽ അതിൻ്റെ HDMI ഔട്ട്പുട്ട് ഉണ്ടാവും. ആ HDMI ഔട്ട്പുട്ടിൽ നിന്ന് HDMI എക്സ്ട്രാക്ടർ ഉണ്ട്. HDMI എന്ന് 7.1 എക്സ്ട്രാക്ടർ അത് വാങ്ങുക. അത് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഇതുപോലെയുള്ള അനലോഗ് ഔട്ട്പുട്ട് ഉണ്ടാവും, അത് ഇതിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻസ്. ഇതിൽ പറയുന്നതിലും കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ technon.com പോയി നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. സോ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട്, അതും കൂടി ഇപ്പോൾ ഞാൻ കുറേ കാര്യം ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.